ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയുടെ 28 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലൂടെ തന്നെ പോകാം നമുക്ക്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ലാലേട്ടൻ സിനിമ ഓഗസ്റ്റ് ഓണം പ്രമാണിച്ചാണ് പുറത്തിറങ്ങിയത്. ലാസ്റ്റ് വീക്കായ 28-ാം തീയതി. ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ കുഴപ്പമില്ലാതെ സിനിമ തിയേറ്ററുകളിൽ സർവൈവ് ചെയ്യുന്നുണ്ട്, പുതിയ സിനിമകൾ വന്നിട്ട് പോലും. എന്തായാലും സിനിമയ്ക്ക് ബുധനാഴ്ച ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അപ്രോക്സ് ആയിട്ട് സെപ്റ്റംബർ 24-ാം തീയതി സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിന് 13.25 ലക്ഷമാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമ ടോട്ടൽ 28 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 41.82 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 29-ാമത്തെ ദിവസത്തോടെ സിനിമയുടെ ഫൈനൽ റണ്ണിങ് ആയിരിക്കും, ഒരു മാസം കംപ്ലീറ്റ് ആകുമ്പോൾ. കാരണം സെപ്റ്റംബർ 26-ാം തീയതി പറഞ്ഞ ഒഫീഷ്യലായിട്ട് OTT റിലീസിന് പോവുകയാണ് ജിയോ സ്റ്റാറിലൂടെ. അതും മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ട്. എന്തായാലും സിനിമയുടെ കേരള ബോക്സ് ഓഫീസിന് 41.82 ലക്ഷം. അപ്പോൾ എന്തായാലും 29-ാം ദിവസം ആകുമ്പോൾ അപ്രോക്സ് ആയിട്ട് 42 കോടിയിലായിരിക്കും സിനിമയുടെ ഫൈനൽ നമ്പേഴ്സ് വരാൻ പോകുന്ന കേരള ബോക്സ് ഓഫീസിൽ. ഇനി വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 77 കോടിയായിരിക്കും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വരാൻ പോകുന്നത്. നമ്മുടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷനായിട്ട് വേൾഡ് വൈഡ്. എന്തായാലും അതിൻ്റെ കൂടെ തന്നെയായിട്ട് ഇന്നൊരു പുതിയൊരു പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ലാലേട്ടൻ്റെ ഇൻസ്റ്റാ പേജും അതുപോലെ ട്വിറ്റർ ഹാൻഡിൽ വഴിയായിട്ട് നമ്മുടെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ വരുന്നൊരു പോസ്റ്റർ 100 കോടി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെയായിട്ട് എന്തായാലും ജിയോ സ്റ്റാറായിട്ട് 20 കോടിൻ്റെ അടുത്ത് വരുന്ന ഒരു ബിസിനസ് ഡീലാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ OTTയും ബിസിനസ് ഡീലും. എന്തായാലും സിനിമ ഒഫീഷ്യലായിട്ട് 100 കോടിൻ്റെ മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നല്ലൊരു സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് മറ്റൊരു ലാലേട്ടൻ സിനിമ ഈ വർഷം. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് ലാലേട്ടൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമ ആണെങ്കിൽ പോലും. എന്തായാലും ദിവാലി പ്രമാണിച്ചൊരു കിടിലൻ ബോളിവുഡ് സിനിമ വരുന്നുണ്ട്. എന്തായാലും ആ ഒരു സിനിമയുടെ പേര് അറിയുന്നവർ എന്തായാലും മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തായാലും കാത്തിരിക്കാൻ ചെയ്യാൻ നമുക്ക് ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിന് പക്ഷേ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നാളെ സിനിമ OTT റിലീസിന് വരികയാണ്. അതിന് മുമ്പ് തന്നെ പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും OTT അപ്ഡേറ്റുകൾക്കായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.